ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം പുതിയ ടാറ്റ കർവ് കഴിഞ്ഞ ദിവസമാണ് അവർ പെട്രോൾ ഡീസൽ മോഡൽസിൻ്റെ പ്രൈസൊക്കെ പുറത്തുവിട്ടത്. ഇപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സൊക്കെ അറിയാം, അതായത് ഓരോ വേരിയൻസിൽ എന്തൊക്കെ കിട്ടുന്നു എന്നുള്ള കാര്യങ്ങൾ. നമ്മൾ അതുകൊണ്ട് തന്നെ നോക്കാൻ പോകുന്നത് ഇന്ന് ഈ വാഹനത്തിൻ്റെ ബേസ് മോഡലിനെ പറ്റിയാണ്. സ്മാർട്ട് എന്നാണ് ഈ വേരിയൻറ്റിൻ്റെ പേര്. നമുക്ക് ഡീസലും പെട്രോളും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഈ സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയൻ്റെ ഒരു ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ വീഡിയോ വരെ നിങ്ങൾ കണ്ടാൽ മതി. നമുക്ക് ഇമാജിനേറ്റർ വ്യൂ ഇതുവരെ കിട്ടിയിട്ടില്ല അവരുടെ വെബ്സൈറ്റിൽ. എന്തായാലും ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്നുള്ള ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് DRLs അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ LED ലൈറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഇല്ലാത്തൊരു സംഭവം വരുന്ന ഫ്രണ്ടിൽ ഫോഗ് ലാംപ്സ് ആണ്, അതായത് താഴത്തെ പോർഷൻ നമുക്ക് ഇത്തിരി ക്ലിയർ ആയിട്ട് കിടക്കും. അവിടെ പ്രത്യേകിച്ച് ലൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ബേസ് മോഡൽ മുതൽ അവർ LED ലൈറ്റ്സ് കൊടുക്കുന്നു എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഗ്രില്ലിൻ്റെ ഒക്കെ ഡിസൈനും ഇതൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് കാണുമ്പം നമുക്കങ്ങനെ ഭയങ്കര ഒരു ബേസ് മോഡൽ ലുക്ക് പോലെ തോന്നണം എന്നില്ല. പക്ഷേ ഈ വണ്ടി അല്ലാണ്ട് ബേസ് മോഡൽ ആയതുകൊണ്ട് നമുക്ക് ബാക്കി പ്രൊഫൈലുകളിൽ നിന്നൊക്കെ കുറച്ച് ബേസ് മോഡൽ പോലെ തോന്നും. ഇപ്പോൾ സൈഡ് പ്രൊഫൈലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ 18 ഇഞ്ച് വീൽസ് ആണ്. നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ അത്ര ഒന്നുമില്ല. അതുപോലെ തന്നെ വേറൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് തന്നെയാണ് ഒരു ബേസ് മോഡൽ പോലെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തൊരു വെൽക്കം ലൈറ്റ് പോലത്തെ സംഭവം ഉണ്ട്, നമുക്ക് മര്യാദയ്ക്ക് കാണാനായിട്ട് ഡോർ ഹാൻഡിൽ. അല്ലെങ്കിൽ പിന്നെ രാത്രിയൊക്കെ വന്ന് എവിടെ ഇങ്ങനെ പോയി പിടിച്ച് ഞെക്കേണ്ടതെന്ന് മനസ്സിലാവില്ലല്ലോ. സോ അത് സ്റ്റാൻഡേർഡാണ്. പിന്നെ വീൽസിൻ്റെ കേസ് ഞാൻ പറഞ്ഞ 16 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആയിരിക്കും നമുക്ക് ഈ മോഡൽ കിട്ടുന്നത്. വീൽ ക്യാപ്സ് ഉണ്ട് എന്നൊന്നും അവർ ബ്രോഷറിൽ മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് മിക്കവാറും കാണാൻ ചാൻസ് ഇല്ല. നല്ല ഒന്നെങ്കിൽ വൈറ്റ് വീൽസ് ആയിരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് വീൽസ് ആയിരിക്കും. അതുകൊണ്ട് ഈ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്നെങ്കിൽ ഇത് വൈറ്റ് ആണെങ്കിൽ ഇത് പെയിൻറ്റ് ചെയ്യും, എന്നിട്ട് വീൽ ക്യാപ്പ് ഇടും. ഇനിയിപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ പെയിൻറ്റ് ചെയ്യാതെ തന്നെ വീൽ ക്യാപ്പ് ഇടും, ഓൾറെഡി ബ്ലാക്ക് ആണല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഉറപ്പാണ്. പിന്നെ അതുപോലെ സൈഡ് പ്രൊഫൈൽ കഴിഞ്ഞ് റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അങ്ങനെ പറയത്തക്ക വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ടെയിൽ ലാംപ്സ് ഒക്കെ LED തന്നെയാണ്. അതായത് ബേസിക്കലി ഇതിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പിൽ ടാറ്റ അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഷാർക്ക് ഫിനാനിൽ നിന്നും പ്രതീക്ഷിക്കരുത്. അതുപോലെ നമുക്ക് ബാക്കിൽ ബാക്കി സാധനങ്ങൾ, അതായത് താഴത്തെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. പിന്നെ റിവേഴ്സ് ലൈറ്റ്, ആ ഒരു പ്ലേസ്മെൻറ്റ് സാധനങ്ങളെല്ലാം ലൈറ്റൊക്കെ സെയിം ആണ്. പക്ഷേ നമുക്ക് സ്പോയിലറൊക്കെ അവൈലബിൾ ആയിരിക്കും ബേസ് മോഡൽ മുതൽ. അവിടെയും കോംപ്രമൈസ് വന്നിട്ടില്ല. പിന്നെ ബാക്കിൽ ഡീഫോഗർ ഉണ്ടാവില്ല. വൈപ്പർ പിന്നെ ടോപ്പ് എൻഡിൽ പോലും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് അതിൻ്റെ കേസ് പറയണമെന്നില്ല. ഇതാണ് ഇതിൻ്റെ റിയർ പ്രൊഫൈലിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നേരെ അകത്തോട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ സ്റ്റിയറിംഗ് വീല് നോക്കാം. നമ്മളിപ്പം ഈ ടോപ്പ് എൻഡിലൊക്കെ കാണുന്ന ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന വേരിയൻസിൽ വരെ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. പക്ഷേ ഈ വണ്ടി ബേസ് മോഡൽ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ നെക്സോണിലൊക്കെ കണ്ടതുപോലെ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലായിരിക്കും ഉണ്ടാവുക. അതിലവർ ചെറിയൊരു കോംപ്രമൈസ് വരുത്തിയിട്ടുണ്ട്, 2 സ്പോക്ക് എടുത്ത് കളഞ്ഞു, അതായത് താഴത്തെ പീസ് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇലുമിനേറ്റഡ് ടാറ്റ ലോഗോ ഒക്കെ ബേസ് മോഡലിലും ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസും സ്റ്റിയറിംഗ് വീലിൽ ഉണ്ടാവും, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓഡിയോ കൺട്രോൾസ് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റർ ആണെങ്കിലും നമുക്ക് 4.5 ഇഞ്ച് TFT ഡിസ്പ്ലേ വരുന്ന ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റർ ഉണ്ടാവുള്ളൂ. നെക്സോണിൻ്റെ ബേസ് മോഡലുള്ള ആ സെയിം സംഭവം തന്നെ. ഇതിനകത്ത് ഈ കാണുന്ന 10.25 ഇഞ്ചസിൻ്റെ സിസ്റ്റം ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റർ ആയിട്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലിൽ ലെതർ റാപ്ഡ് ഒന്നും ആയിരിക്കില്ല, അതിപ്പോൾ നമുക്കറിയാമല്ലോ ബേസ് മോഡലാണല്ലോ. അതല്ലാണ്ട് ബാക്കി ക്യാബിൻ നോക്കുകയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് മാനുവൽ ഡേ നൈറ്റ് IRVMs ഉണ്ടാവും, ഓട്ടോ ഒന്നല്ല. അതുപോലെ തന്നെ സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല, അതായത് ഇൻഫോടൈം സിസ്റ്റം ആയിട്ട് അവർ പ്രത്യേകിച്ച് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അവിടെ ഒരു എംപ്റ്റി സ്പേസ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഫ്റ്റർ മാർക്കറ്റ് തന്നെ വെക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ AC കൺട്രോൾസ് എല്ലാം തന്നെ മാനുവലാണ്, അതിലും ഓട്ടോ AC ഫംഗ്ഷനാലിറ്റീസ് ഒന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ കിട്ടും കേട്ടോ. അതായത് സ്മാർട്ടിൻ്റെ മുകളിൽ പ്യുവർ പ്ലസ് എടുക്കുകയാണെങ്കിൽ തന്നെ അവർ ആ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കേസില്ല. എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നു ഈ വേരിയൻറ്റിനേക്കാൾ അഡീഷണൽ നമ്മൾ 1 lakh ആണ് എക്സ്ഷോറൂമിന് വരുന്നത്. അത് ആ ഒരു മോഡൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും. 10.99 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം, 9.99 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം. സോ അത് കുറച്ചുകൊണ്ട് ബെറ്റർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇനി അതല്ല, നിങ്ങൾ അതിൻ്റെയും തൊട്ട് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ഉണ്ട്. ക്രിയേറ്റീവ് മോഡലിൽ എല്ലാ ഫീച്ചേഴ്സും കിട്ടും, അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഞാൻ എന്തായാലും ഈ 2 വേരിയൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം, കാരണം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വേരിയൻറ്റിനെ പറ്റി, നമ്മുടെ ഈ ബേസ് മോഡൽ സ്മാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs ഫോൾഡിംഗ് ORVMs ഒന്നും തന്നെ കിട്ടുന്നതല്ല. അത് വേണമെങ്കിലും ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് പോകണം. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനും കളർ തീമും അവർ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് കുറേ കളർ തീം ഓപ്ഷൻസ് പറയുന്നുണ്ട്. നമുക്ക് മിക്കവാറും ബേസ് മോഡലിൽ ഫുൾ ബ്ലാക്ക് തീം തന്നെയായിരിക്കും അവർ പിടിക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പീക്കേഴ്സും ഇതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മ്യൂസിക് സിസ്റ്റം ചെയ്യുന്നതിൻ്റെ കൂടെ എന്തായാലും സ്പീക്കേഴ്സും കൂടെ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 4 പവർ വിൻഡോസ് നമുക്ക് അവൈലബിൾ ആണ്, അതിലൊന്നും കോംപ്രമൈസ് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അകത്ത് റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്, അവിടെയും പ്രശ്നമില്ല. സോ ഇത്രയും സംഭവങ്ങളാണ് നമുക്കിതിൻ്റെ അകത്ത് ജസ്റ്റ് ഇവിടെ മാത്രം വരുന്നത്. ഇനി സെൻറ്റർ കൺസോൾ ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ഡ്രൈവ് മോഡ്സ് ബേസ് മോഡൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതായത് ഇക്കോ സിറ്റി സ്പോർട്ട് എന്ന് പറഞ്ഞ്. പക്ഷേ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഒന്നും ഒബ്വിയസ്ലി പ്രതീക്ഷിക്കരുത്, വയർലെസ് ചാർജിങ് പാഡ് ഉണ്ടാവില്ല. അതുപോലെ ഈ സെൻറ്റർ കൺസോളിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആം റെസ്റ്റും ഫ്രണ്ടിൽ അവൈലബിൾ ആയിരിക്കില്ല, അത് ജസ്റ്റ് ഒരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് പോലെ അങ്ങനെ അങ്ങ് തുറന്ന് കിടക്കായിരിക്കും. അതുകൊണ്ടാണ് നമുക്കിത് അത്ര ഒരു പ്രീമിയം സെൻറ്റർ കൺസോൾ ഡിസൈൻ പോലെ തോന്നുന്നില്ല, ഒത്തിരി ബേസിക് ആയിട്ട് തോന്നുള്ളൂ.
പിന്നെ റിയർ സീറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളൊക്കെ എല്ലാ വേരിയൻസിലും ഉണ്ട്. പക്ഷേ ബാക്കിൽ ആംറെസ്റ്റ് പ്രതീക്ഷിക്കരുത്. ബാക്കിൽ AC വെൻസ് ഉണ്ടാവും, അത് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അതിപ്പോൾ ഒരു വേരിയൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. ഇവിടെ പിന്നെ പാനറോമിക് സൺറൂഫ് ഒന്നും നമുക്ക് ബേസ് മോഡലിൽ വരാത്തതുകൊണ്ട് ഹെഡ് റൂം ഒരു ഇത്തിരിയും കൂടെ ബെറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ സൺറൂഫ് ഇവിടെ പാനറോമിക് വരുമ്പോഴാണ് ഹെഡ് റൂം അവർ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. അത് ഇല്ലാത്ത വേരിയൻസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ ഈ മോഡലിൽ നമുക്ക് പാനറോമിക് സൺറൂഫിൻ്റെ ഓപ്ഷനും വരുന്നില്ല. നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ പ്യുവർ പ്ലസ്സിൽ തന്നെ S എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ടാറ്റ ഇപ്രാവശ്യം S എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ സെക്കൻഡ് ബേസിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ അതെല്ലാം പാനറോമിക് സൺറൂഫ് ആണ് കേട്ടോ വരുന്നത്. നിങ്ങൾ അഡീഷണൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പാനറോമിക് സൺറൂഫ്, റെയിൻ സെൻസിങ് വൈപ്പർ, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് അവർ പണ്ടും കൊടുക്കാറില്ല. പക്ഷേ സിംഗിൾ പെയിൻ സൺറൂഫ് ആയിരുന്നു നമുക്ക് നെക്സോണിലൊക്കെ കിട്ടുന്നത്. ഇവിടെ പക്ഷേ ബേസ് മോഡലാണെങ്കിലും പാനറോമിക് സൺറൂഫ് ആണ് ഓപ്ഷണലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കേസ് ഞാനിപ്പോൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം ടാറ്റയാണ് ബേസ് മോഡൽ മുതൽ തന്നെ 6 എയർ ബാഗ്സ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും വരുന്നുണ്ട്. പിന്നെ ABS വിത്ത് EBD സാധനങ്ങളൊക്കെ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണല്ലോ. സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട, എല്ലാം സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സാണ്. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കിട്ടും. ഇതല്ല പ്യുവർ പ്ലസ് മുതൽ. ഇനി പ്രൈസിങ് ഞാൻ നേരത്തെ പറഞ്ഞാണ് 9.99 lakhs ആണ് നമുക്ക് സ്മാർട്ടിൻ്റെ 1.2 പെട്രോൾ എഞ്ചിൻ വെച്ച് വരുന്നതിൻ്റെ പ്രൈസ്. ഈ 1.2 എന്ന് പറയുമ്പോൾ റെവോട്രോൺ പെട്രോൾ എഞ്ചിനാണ്, നമ്മുടെ പുതിയ TGDI എഞ്ചിൻ അല്ല. അതുകൊണ്ട് നമ്മുടെ ഒരു പഴയ പെർഫോമൻസിന് കിട്ടുള്ളൂ. 120 PS 170 Nm ടോർക്കും. പിന്നെ ബേസ് മോഡലിൽ അവർ ഓട്ടോമാറ്റിക് എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി ഡീസൽ എടുക്കുകയാണെങ്കിൽ 11.49 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അത് അത്യാവശ്യം നല്ലതാണ്, കാരണം നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ അങ്ങനെ ഡീസൽ എഞ്ചിൻസ് കിട്ടാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഡീസൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള പുതിയ ക്രയോജെറ്റ് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 117 bhp അതുപോലെ തന്നെ 260 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, മാനുവൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം രണ്ടും 6 സ്പീഡാണ്. നെക്സോണിൻ്റെ ഒക്കെ ഫേസ് ലിഫ്റ്റ് ഇറക്കിയപ്പം ഒരു ബേസ് മോഡൽ മാത്രം 5 സ്പീഡൊക്കെ പെട്രോളിൽ കൊടുത്തായിരുന്നു. ഇവിടെ അങ്ങനത്തെ കോംപ്രമൈസും ഇല്ല, നമുക്കെല്ലാം 6 സ്പീഡ് ട്രാൻസ്മിഷൻസ് ഉണ്ട്. പിന്നെ ഇത് വെർത്താണോ അല്ലോ എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ഡിഫറൻസ് കാണാം. പ്യുവർ പ്ലസും ഇതും തമ്മിൽ ജസ്റ്റ് 1 ലക്ഷത്തിൻ്റെ വ്യത്യാസമുള്ളൂ. അതിപ്പോൾ ഡീസലിലാണെങ്കിലും നമുക്ക് 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് അഡീഷണൽ ബഡ്ജറ്റ് ഇട്ട് നിങ്ങളിപ്പോൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻഫോർടൈം സിസ്റ്റം, അതുപോലെ നമ്മുടെ മ്യൂസിക്, അതായത് സ്പീക്കേഴ്സ്, പിന്നെ വീൽ ക്യാപ്പ് എന്ന് പറയേണ്ട കുറേ സാധനങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എന്തായാലും പ്രൈസ് സ്പെൻഡ് ചെയ്യും. അതെല്ലാം കൂടെ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം 1 ലക്ഷം രൂപ മറ്റേലിടുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രീമിയം ഫീച്ചേഴ്സും കിട്ടും. ഇപ്പോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ വാർ ബീംസ് ഒക്കെ നിങ്ങൾക്ക് പുറത്തും ചെയ്യുകയാണെങ്കിലൊക്കെ അത് ടാറ്റയുടെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവൈലബിൾ ആണെങ്കിൽ തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ പുറത്തും ചെയ്യുന്നതിലും നല്ലത് 1 ലക്ഷം രൂപ അഡീഷണൽ ഇട്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണല്ലോ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ടാറ്റ കർവിൻ്റെ ബേസ് മോഡലിൻ്റെ വീഡിയോ. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം. നമുക്കിപ്പം ബാക്കി വണ്ടികൾ, അതായത് ക്രെറ്റ, സെൽട്ടോസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ താഴ്ന്ന പ്രൈസിലാണ് ഇതിൻ്റെ ബേസ് മോഡൽ വരുന്നത്. 1 lakhോളം ചീപ്പാണ്. അങ്ങനെയായിരിക്കാം ടാറ്റ ഇത്രയും ഫീച്ചേഴ്സ് കട്ട് ചെയ്തത്. പക്ഷേ നമുക്ക് ബാക്കി, അതായത് ഇതിൻ്റെ പ്യുവർ പ്ലസ് വേരിയൻറ്റും ക്രെറ്റയുടെ ഒക്കെ ബേസ് മോഡലും സെയിം പ്രൈസിംഗ് ആണ് വരുന്നത്. അവിടെ നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അതിന് കിട്ടുന്നുണ്ട്. എന്തായാലും അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് കർവിൻ്റെ മറ്റു വീഡിയോസിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.